നെയ്ച്ചോറുണ്ടാവും, പൊറോട്ട ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, എന്ത് വേണേലും നമുക്ക് എടുക്കാം. ബീഫ് കറി ഉണ്ടാവും, ചിക്കൻ കറി 7 ദിറംസിന്. 7 dirhams. എവിടെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ചെറിയ പീസ് നാരങ്ങ ഇട്ടോ. ഷാർജ മുബൈലയിലുള്ള ഗഫൂർ കാസ് തട്ടുകടയിലാണ് ഇന്ന് ദുബായ് വാർത്തയുടെ ടീം ഉള്ളത്. ഒന്നും പറയാനില്ല, അപൂർവങ്ങളിൽ അപൂർവം. ഞാൻ പറയാം കേട്ടോ. എന്താന്ന് മനസ്സിലായല്ലോ? നല്ല പഴങ്കഞ്ഞി, നല്ല പഴങ്കഞ്ഞി. ഇതാണ്ട പച്ചമുളകൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നാവിൽ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. ഇത് മനസ്സിലായില്ല എന്താണെന്ന്? നമ്മുടെ പഴങ്കഞ്ഞി, നമ്മുടെ സ്വന്തം പഴങ്കഞ്ഞി തന്നെ. തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴഞ്ഞി. ഇതിനകത്ത് കപ്പയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, നല്ല പുളിശ്ശേരിയുണ്ട്. ഇത് കൈ വെച്ചത് ഇങ്ങനെ തന്നെ കഴിക്കണം. നമ്മൾ സ്പൂണോ ഫോർക്കോ ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ നാടൻ പഴയ, നമ്മുടെ പൂർവികരുടെ ആരോഗ്യ രഹസ്യം ഇതായിരുന്നു. അതിൻ്റെ കൂടെ കണ്ടോ ചമ്മന്തിയുണ്ട്, ഇതിൻ്റെ കൂടെ ഒരു കറിയുണ്ട്, നല്ല ബീഫ് വറുത്തതുണ്ട്, നല്ല മത്തി വറുത്തത്, പപ്പടം, തോരൻ, പിന്നെ നല്ല അച്ചാർ, നാരങ്ങ അച്ചാർ, മീൻകറി ഒഴിച്ച് കഴിക്കാം. മീൻകറിയിൽ നല്ലൊരു കഷ്ണമുണ്ട് കേട്ടോ. മീൻകറി ഒഴിച്ച് ഈ കപ്പയില്ലേ, കപ്പ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ പച്ചമുളക് ഒരു എരിയും പച്ചമുളക്. പഴങ്കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒരു സുഖം. മീൻ വറുത്തൊന്ന് കൂട്ടി വെക്കട്ടോ. നല്ല കരിഞ്ഞ്, നല്ല എന്താ പറയേണ്ടത്, മുള്ളൊന്നുമില്ല, ഒക്കെ നല്ലോണം പൊരിച്ച്. നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ ഇത് കരിവാടെന്ന് പറയും. അതായത് ഉണക്കമീൻ. അതാണ് സംഗതി. ഒന്നും പറയാനില്ല കേട്ടോ. കഴിച്ച് എരിയും പുളിശ്ശേരിയുടെ ഒരു പുളിയും കപ്പയുടെ രുചിയും, ഈ ഉണക്കമീൻ്റെ ഒരു ഉപ്പും, പലതരം ഫ്ലേവേഴ്സാണ് പഴങ്കഞ്ഞിക്കകത്തുള്ളത്. വേറെ 1-2 ഐറ്റംസും കൂടെ പറയാനുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അത് അടുത്തതിലേക്ക് നമുക്ക് പോകുന്നത് ഗഫൂർ കാസ് കിഴി പൊറോട്ട. ഗഫൂർ ഖാൻ്റെ സ്പെഷ്യൽ കിഴി പൊറോട്ടയാണ്. അത് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ വേറൊരു സംഗതി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പഴങ്കഞ്ഞി ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ അവസാനം കഴിച്ചോളാം. നമുക്ക് ഇത് രണ്ടും എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. നമ്മുടെ വയനാടിൻ്റെ സ്വന്തം കിഴി പൊറോട്ട, ഗഫൂർ കാസ് സ്പെഷ്യൽ കിഴി പൊറോട്ട. ഇത് വയനാട്ടിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിൻ. തുറന്നപ്പോൾ തന്നെ നല്ല വാഴയിലയുടെ മണം, നല്ല മണം വരുന്നുണ്ട്. വാഴയില നല്ല വാട്ടി. ഇതൊരു സ്പെഷ്യൽ ട്രീറ്റ് തന്നെയാണ് കേട്ടോ, സംശയം വേണ്ട. നല്ല ചൂട് തവയിലാണ് ഇത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ചൂട് നമ്മൾ ആ പൊറോട്ട ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുന്നില്ല, കല്ലിൻ്റെ ചൂട് അതുപോലെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ അടുക്കളയിൽ പോയി നോക്കിയായിരുന്നു ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും അത് കാണാനൊരു പ്രത്യേക രസം തന്നെയാണ്. അപ്പം അതാണ്ട നല്ല ലെയർ പൊറോട്ട. ഈ പൊറോട്ടയുടെ മുകളിൽ എന്തോന്ന് അറിയാമോ? നല്ല പൊരിച്ച ചിക്കൻ, മുട്ട, വേണ്ട ആ മസാലയ്ക്ക് ഇങ്ങനെ അതിനകത്ത് പിടിച്ചിറങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. എന്താ സാധാരണ മുട്ടയിൽ ഇത്രയധികം അങ്ങോട്ട് മസാല പിടിക്കാറില്ല. വേണ്ട നല്ല മസാലയൊക്കെ പിടിച്ച മുട്ട. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത് രണ്ടുമാണ് അല്ലേ, ഇതിൻ്റെ അടിയിലാണ് ബീഫ് വരുന്നത്. അങ്ങനെ 3 കാര്യങ്ങളാണ്. പൊറോട്ട ഇതിൻ്റെ അടിയിൽ ചൂട് കാരണം എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല ചൂട്. ആ കല്ലിൽ നിന്ന് എടുത്ത് അതേ ചൂടുണ്ട്. ഇതാണ്ടോ ഇതിൻ്റെ അടിയിലാണ് ആവി പറക്കുന്നത് കാണാം, കണ്ടോ? ഇതിൻ്റെ അടിയിലാണ് ബീഫ്.
നല്ല എരിവൻ ബീഫ്. ആ പൊറോട്ടയ്ക്കകത്ത് ഇങ്ങനെ ആ ലെയറോട് കൂടിയ പൊറോട്ട ഉണ്ടോ. ആ പൊറോട്ട ഇങ്ങനെ എടുത്ത് ആ പൊരിച്ച ചിക്കനും ആ ഗ്രേവിയും, ആ ബീഫിൻ്റെ ഗ്രേവിയും, ആ മുട്ടയുടെ ഒരു ചെറിയ ഈ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതാണ് രുചി കേട്ടോ. നല്ല സോഫ്റ്റ് പൊറോട്ട, ആ കറിയും കൂടെ അങ്ങോട്ട് മിക്സായിട്ട് ഇതൊരു 11 മണിക്ക് ബ്രഞ്ചായിട്ട് കഴിച്ചാലുണ്ടല്ലോ. പിന്നെ നമ്മൾ ലഞ്ച് സ്ട്രോങ് ആയിട്ട് കഴിക്കേണ്ടി വരില്ല. ലഞ്ച് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്നവർക്ക് ഒരു 11 മണിയാകുമ്പം ഈ ഒരു കിഴി പൊറോട്ട ബ്രഞ്ചായിട്ട് എത്ര ദിറംസാ? 12 അല്ലേ? 12 ദിറംസേ ഉള്ളൂ. 2 പൊറോട്ട, ചിക്കൻ വറുത്തത്, മുട്ട, ബീഫ്. അതിൽ കൂടുതൽ എന്താ വേണ്ട? ആ ചൂടുണ്ടല്ലോ, ആ ചൂടോടെ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു രുചിയുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പം നമ്മൾ പാഴ്സൽ വാങ്ങിച്ചാലും കുഴപ്പമില്ല, അവർ അതേ ചൂട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലും എത്തിക്കും. ഗഫൂർക്കാസ് തട്ടുകടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കും. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞിങ്ങനെ ഒഴിച്ചിട്ട് ആ ഒരു രുചിയും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, വേറൊരു ലെവലിലേക്ക് എത്തും. ഒരു ചെറിയ പീസ് നാരങ്ങ ഇട്ടോ, മസാല എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ നാരങ്ങ വന്നിട്ടുണ്ട്. ഇനി ഒരു പീസ് കഴിച്ചു നോക്കട്ടെ. ഒരു പുളിയും പാകത്തിന് എരിവും, മസാല എല്ലാം ഇങ്ങനെ പിടിച്ച ചിക്കനും മുട്ടയും ബീഫും, അതിൻ്റെ കൂടെ നല്ല ലെയർ പൊറോട്ടയും. ഇത് കൂടുതൽ എന്താ വേണ്ട? 12 ദിറംസ്. ഇത് ലെമൺ വേണ്ടുന്നവർക്ക് അത് ഇവർ തരും കേട്ടോ, ചോദിച്ചാൽ മതി. ആവശ്യമുള്ളവർക്ക്, ചിലർക്ക് ആവശ്യം ഉണ്ടാവില്ല, ആവശ്യമുള്ളവർ ചോദിച്ചാൽ അവർ ലെമണും കൂടെ തരും കേട്ടോ. നമ്മുടെ ഗഫൂർക്കാസ് തട്ടുകടയുടെ ലൊക്കേഷൻ എവിടെയൊക്കെയായിരുന്നു? ഇതിപ്പോൾ ഞാൻ ഷാർജയിലാണ് ഉള്ളത്, ഷാർജ മുവൈലയിൽ. പിന്നെ മൊഹൈസിന, മുസഫ, റാസൽ ഖൈമ, ദുബായ്. അബുദാബിയിലില്ലേ നമുക്ക്? മുസഫ അബുദാബിയാണ് കേട്ടോ, മുസഫ അബുദാബി. അപ്പം നമ്മുടെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക്, എല്ലാ എമിറേറ്റിലുള്ളവർക്കും ഗഫൂർക്കാസ് തട്ടുകടയിൽ പോയിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ ഔട്ട്ലെറ്റിലും ഇതേ ടേസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്, സെയിം രുചിക്കൂട്ട് തന്നെയാണ്. റാസൽ ഖൈമയിലും ഉണ്ട്, ദുബായിലും ഉണ്ട്, ഷാർജയിലും ഉണ്ട്, അബുദാബിയിലും ഉണ്ട്. ചൂടുണ്ട്. ഇത് ഗഫൂർക്കാസ് തട്ടുകടയുടെ മറ്റൊരു സ്പെഷ്യലാണ് ഔലാഖാൻ്റെ ആട് ബിരിയാണി. ഇത് എനിക്ക് സത്യത്തിൽ എൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്, പക്ഷെ അവരിത് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് കൊണ്ടു തന്നതാണ് കേട്ടോ. ഇതെല്ലാം അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നൊരു മണമുണ്ടല്ലോ, അയ്യോ ആ മണം. നല്ല വാഴയിലയിൽ, നല്ല പരുവത്തിന് വാടിയ വാഴയിലയിൽ ഈ ചൂടോടെ ചോറും ആ ബിരിയാണി റൈസും മുട്ടയും നമ്മുടെ ഔലാഖാൻ്റെ ആടും ചെറിയ അരി, പിന്നെ അതിൻ്റെ മസാലയും. ബിരിയാണി പ്രിയർക്ക് ഇത് 100% ഇഷ്ടമാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. സാധാരണ മസാല അല്ല ഇത്, അല്ലേ? മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും അല്ല, പച്ച മസാല. അത് കൊള്ളാം അല്ലേ? പച്ചമുളക്, പച്ചക്കുരുമുളക് ഇല്ല, പിന്നെ എന്തൊക്കെയാണത്? അത് ഇതാണല്ലേ, അതിൻ്റെ ഒരു സീക്രട്ടാണ്, ട്രേഡ് സീക്രട്ടാണ്. തലശ്ശേരി ബിരിയാണിയുടെ സ്റ്റൈലാണ് കേട്ടോ. തലശ്ശേരി ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് 100% ഇഷ്ടപ്പെടും, സംശയമേ വേണ്ട.
പച്ച മസാലയാണ്. എന്നാൽ നമ്മുടെ സാധാരണ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന മസാലകളല്ല. അത് തന്നെയാണ് ഈ ഒരു ബിരിയാണിയെ വേറിട്ട് നിർത്തുന്നത്. ഞാൻ കൂടുതൽ കഴിക്കുന്നില്ല. എൻ്റെ വയറ് ഇതാ 2-3 സാധനങ്ങൾ കഴിച്ചിട്ട് തന്നെ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ഒന്നാന്തരം ടേസ്റ്റ് കേട്ടോ, ഒന്നാന്തരം ടേസ്റ്റ്. അത് കഴിച്ച് തന്നെ അറിയണം. ഇപ്പോൾ ഷാർജയിലുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് വരാം. മുവൈലയിൽ, റാസൽ ഖൈമയിലുണ്ട്, അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 0 കിലോമീറ്റർ. അതാണ് നമ്മുടെ ഗഫൂർ കാസ് തട്ടുകടയുടെ ഒരു സ്ലോഗൻ. നമ്മുടെ ഗഫൂർ കാസ് തട്ടുകടയുടെ മാനേജിംഗ് ഡയറക്ടർ ബിജു പറഞ്ഞ കാര്യമാണ് കേട്ടോ. എന്താണെന്നറിയാമോ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആർക്കും അവർ ഇഷ്ടപ്പെടുന്ന ഏത് ടൈപ്പ് ഫുഡും ഗഫൂർ കാസ് തട്ടുകടയിലുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടാവും. ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും കാണാനില്ല. എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനം വേറൊരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചുകൊണ്ട് നിൽക്കാതെ ഓർഡർ ചെയ്തോളി, വായിച്ചുകൊണ്ട് നിൽക്കാതെ ഓർഡർ ചെയ്തോളി എന്ന് പറഞ്ഞിട്ടൊരു കണ്ടോ, വായിച്ചുകൊണ്ട് നിൽക്കാതെ ഓർഡർ ചെയ്തോളി. എനിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, തൽക്കാല ആശ്വാസം. ഏറ്റവും മുകളിൽ നോക്കൂ, ഗഫൂർ കാസ് തൽക്കാല ആശ്വാസം. അതായത് 4 മണി മുതൽ 7 മണി വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വിശക്കും, ഒരു ചായ കുടിക്കാനായിട്ടുള്ളൊരു വിശപ്പ് വരും നമുക്കല്ലേ. ആ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊറോട്ടയും പിന്നെ ചിക്കൻ അല്ലേ, പൊറോട്ടയുണ്ട്, ചിക്കനുണ്ട്, ബീഫ് കറി, നെയ്ച്ചോറ് ബീഫ് കറി, ചപ്പാത്തി, ചിക്കനോ ബീഫോ എന്താണെന്ന് ഇതെല്ലാം ഇത് എന്ത് വേണേലും നമുക്ക് ഓർഡർ ചെയ്യാം. 7 dirhams മാത്രം. ആ ഒരു രാത്രിയിൽ നമ്മൾ അത്താഴം കഴിക്കുന്നത് വരെയുള്ള ആ വിശപ്പിനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ഗഫൂർ കാസ് തട്ടുകടയിലുള്ള ഒരു തൽക്കാല ആശ്വാസമാണ് ആ കാണുന്നത് കേട്ടോ. മുട്ട സുർക്കയും ഇതെല്ലാം വ്യാഴം വെള്ളിയിലും ഉള്ളതാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ടെംപ്ടേഷൻ ഭയങ്കരമായിട്ട് വരും. മുട്ട സുർക്കയും മണവാട്ടി ചിക്കനും ഒരു തലശ്ശേരി അപാരത ഇങ്ങനെയുണ്ട്. ഗഫൂർ കാസ് സ്പെഷ്യൽ ഒറോട്ടിയും മീൻചാറും പരമ്പരാഗത രുചിക്കൂട്ട്. പഴങ്കഞ്ഞി ഞാൻ നേരത്തെ നമ്മൾ കണ്ടു, പഴങ്കഞ്ഞി. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവരുടെ ഔട്ട്ലെറ്റ്സ് എവിടെയൊക്കെയാണെന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഷാർജ മൊവൈലയിലാണ്. ദുബായിലുണ്ട്, ദുബായിലെ ഗിസൈസിലാണ് അല്ലേ, കരാമയുണ്ട്, മോസിനുണ്ട്, പിന്നെ അബുദാബിയിൽ മുസഫയുണ്ട്, റാസൽ ഖൈമയിലുണ്ട്. ഇത്രയും സ്ഥലത്താണ് നമ്മുടെ ഔട്ട്ലെറ്റ്സ് ഉള്ളത്, ഗഫൂർ കാസ് തട്ടുകടയുടെ ഔട്ട്ലെറ്റ്സ്. അവിടെ എല്ലാ വിഭവങ്ങളും ലഭ്യമാണ് അല്ലേ. എല്ലാ വിഭവങ്ങളും നമുക്ക് അവിടെ കിട്ടി. എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. റേറ്റും എല്ലാം അത് തന്നെ. പിന്നെ വേറൊരു കാര്യം, ശരി, ഇവർ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ, സീ ഫുഡ് പൊതിച്ചോറുണ്ട്. നമ്മൾ സാധാരണ എല്ലായിടത്തും നോർമൽ പൊതിച്ചോറല്ലേ കാണുന്നത്. ഇവിടെ സീ ഫുഡ് പൊതിച്ചോറ് 7 ടൈപ്പ് മീനുകളെ വെച്ചിട്ട് ഉള്ള ഒരു പൊതിച്ചോറാണ് കേട്ടോ. 15 dirhams, 15 dirhams ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. വല്ലപ്പോഴും നമുക്ക് നമ്മൾ സാധാരണയിൽ നിന്നൊന്ന് മാറി മീൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് കേട്ടോ. മത്സ്യവിഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള മീൻ ചാകര പൊതിച്ചോറ്. അപ്പോൾ മറന്നുകൊണ്ട് കേട്ടോ, ഷാർജയിലും ദുബായിലും റാസൽ ഖൈമയിലും അല്ലെങ്കിൽ അബുദാബിയിലും ഒക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഗഫൂർ കാസ് തട്ടുകടയിൽ പോയിട്ട് ഇവിടുത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പം തെക്കുള്ളവർക്ക് വടക്കുള്ള ഫുഡ് കൂടുതൽ ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ക്രോസ് ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം. മറക്കണ്ട കേട്ടോ. ഗഫൂർ കാസ് തട്ടുകട എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് മലയാളികൾക്കിടയിൽ വന്നിട്ട് ഏതാണ്ട് 20 വർഷത്തോളം ആവുകയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട്, ഈ 18-20 വർഷമായിട്ട് ഉള്ള അതേ സ്റ്റാഫുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആരും മാറിപ്പോയിട്ടില്ല. അത് തന്നെ ഒരു പ്രത്യേകതയാണ്. ഈ 20ാമത്തെ വാർഷികം ആഘോഷിക്കാനുള്ള ഒരു സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് 20ൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 20 വിഭവങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടതൊന്നുമല്ല, അത് കൂടാതെ പുതിയ 20 തരം വിഭവങ്ങൾ പരിചയപ്പെടുത്താനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ബിജുവും അബ്ദുള്ളയും അടങ്ങുന്ന ഗഫൂർ കാസ് തട്ടുകടയുടെ ഫുൾ ടീം.